നിയമസഭയിൽ ഭരണപ്രതിപക്ഷ പോര്. മലപ്പുറം ജില്ലയെ അപമാനിച്ച് മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയെന്നും ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും പ്രതിപക്ഷം സഭയിൽ ആവശ്യപ്പെട്ടതാണ് ബഹളത്തിന്റെ തുടക്കം. സർക്കാർ പ്രതിരോധത്തിലായ വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുന്നത് തടയാൻ സ്പീക്കറും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചേർന്ന് ഗൂഢാലോചന നടത്തിയതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. ബഹളം തുടർന്ന പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിഷേധ ബാനർ കെട്ടി. കാര്യോപദേശ സമിതിയുടെ 14ാമത് റിപ്പോർട്ടിൽ താഴെ പറയുന്ന ഭേദഗതിയാണ് അവതരിപ്പിക്കുന്നത്. 2024 ഒക്ടോബർ 9 ബുധനാഴ്ച സഭയിൽ അവതരിപ്പിക്കാനും 2024 ഒക്ടോബർ 15 ചൊവ്വാഴ്ച പരിഗണനക്കെടുക്കാനും ശുപാർശ ചെയ്തത് 2022 ശമ്പളവും ഭത്തകളും നൽകൽ ഭേദഗതി ബിൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ ഭേദഗതിയോടെ കാര്യോപദേശ സമിതിയുടെ 14ാമത് റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ ശ്രീ ടി.പി. രാമകൃഷ്ണന് കമ്മിറ്റിയുടെ 53 മുതൽ 57 റിപ്പോർട്ടുകൾ സമർപ്പിക്കാവുന്നതാണ്. സമിതിയുടെ 53 മുതൽ 57 വരെയുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങേക്ക് കാര്യോപദേശ സമിതിയുടെ 14ാമത് റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. കാര്യോപദേശ സമിതിയുടെ 14ാമത് റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന് ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. കേട്ടിന് ഭേദഗതി 2024 ഒക്ടോബർ 9 ബുധനാഴ്ച സഭയിൽ അവതരിപ്പിക്കാനും ഒക്ടോബർ 15 ചൊവ്വാഴ്ച പരിഗണനക്കെടുക്കാനും ശുപാർശ ചെയ്തിട്ടുള്ള 22 ശമ്പളവും ഭത്തകളും നൽകൽ ഭേദഗതി ബിൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ ഭേദഗതിയോടെ കാര്യോപദേശ സമിതിയുടെ 14ാമത് റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ ഭേദഗതിയോടെ പിന്താങ്ങേണ്ടതാണ്. ഉപക്ഷേപം പരിഗണനക്കെടുക്കുന്നു. കാര്യോപദേശ സമിതിയുടെ 14ാമത് റിപ്പോർട്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുടെയും കമ്പനിയുടെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബില്ലിന്റെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനക്കെടുക്കണം എന്ന പ്രമേയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിക്കേണ്ടതാണ്. കാര്യോപദേശ സമിതിയുടെ 14ാമത് റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബിൽ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രിക്ക് വേണ്ടി സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുകളുടെയും കമ്പനികളെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.